നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 31 ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് പുതുക്കി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 1 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും, അതുപോലെ തന്നെ ജൂൺ 2 എറണാകുളം, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും. ജൂൺ 3 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കും. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് ഇത്തവണ ബജറ്റ് നിയമസഭയിൽ സമർപ്പിക്കുക. ഒരു സമ്പൂർണ്ണ ബജറ്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതുക്കിയ നിയമസഭാ കലണ്ടർ പ്രകാരം ജൂൺ 19 ബജറ്റ് അവതരണം നിശ്ചയിച്ചിട്ടുള്ളത്. ബജറ്റ് അവതരിപ്പിച്ച ശേഷം അതിന്മേൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 2 നിയമസഭയിൽ ആരംഭിക്കും. ജൂൺ 1 സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നതിനാൽ തന്നെ മന്ത്രിമാർക്ക് വിവിധ ജില്ലകളിലെ ചടങ്ങുകളിലും MLA-മാർക്ക് അവരുടെ മണ്ഡലങ്ങളിലെ പരിപാടികളിലുമൊക്കെ തന്നെ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നന്ദി പ്രമേയ ചർച്ച ജൂൺ 1 നിന്നും 2 തീയതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. തുടർന്ന് ജൂൺ 2 തന്നെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. നിയമസഭയിലെ കക്ഷിനിലയും ഭരണപക്ഷത്തിന്റെ മുൻതൂക്കവും അനുസരിച്ച് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകാനാണ് സാധ്യത. ഒട്ടനവധി ജനക്ഷേമ പദ്ധതികളാണ് നയപ്രഖ്യാപനത്തിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അവകാശമാക്കി മാറ്റുകയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായിട്ട് പ്രതിമാസം 1000 രൂപ നൽകുകയും ചെയ്യും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകാനും സർക്കാർ തീരുമാനിച്ചു. യുവ സംരംഭങ്ങൾക്കായിട്ട് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് പ്രത്യേക വകുപ്പും രൂപീകരിക്കും. വികസനവും ജനക്ഷേമവും സമുദ്രലിതമായിട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. എക്സൈസ് വകുപ്പിന്റെ സമഗ്ര പരിഷ്കരണത്തിനും ലഹരി നെറ്റ്വർക്കുകളെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്നതിനും സ്കൂൾ, കോളേജ് ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുന്നതിനുമൊക്കെ തന്നെ പദ്ധതിയുണ്ട്. മലബാർ ടെമ്പിൾ പിൽഗ്രിം പ്രോജക്റ്റിലൂടെ ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം വികസിപ്പിക്കും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധിയും ജോലിസ്ഥലങ്ങളിൽ തുല്യവേതനവും നടപ്പിലാക്കും. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകളും ക്രഷുകളുമൊക്കെ തന്നെ നിർബന്ധമാക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുന്ന മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി പ്രൊജക്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസത്തെ ആർത്തവ അവധി അനുവദിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഈ പുതിയ അധ്യയന വർഷം മുതൽ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡുകളൊക്കെ തന്നെ പൂർണ്ണമായും ഡിജിറ്റലാകുന്നു. സർക്കാർ എയ്ഡഡ്, സ്വയംഭരണ, സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് പുതിയ ഡിജിറ്റൽ കൺസെഷൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ പരിഷ്കാരം ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റ് വഴി അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ MVD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റ് വിവരങ്ങളുമൊക്കെ തന്നെ നൽകി കാർഡിനായിട്ട് അപേക്ഷിക്കണം. ഓൺലൈൻ വഴി ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ അപേക്ഷകൾ ആദ്യം സ്ഥാപന മേധാവികൾ പരിശോധിച്ച് അത് അപ്രൂവ് ചെയ്ത ശേഷമായിരിക്കും RTO ഓഫീസിലേക്ക് കൈമാറുക. RTO തലത്തിൽ കൂടി കൃത്യമായ പരിശോധന നടത്തി അർഹത ഉറപ്പാക്കിയ ശേഷമേ ഡിജിറ്റൽ കൺസെഷൻ കാർഡുകൾ അനുവദിക്കുകയുള്ളൂ. ഇങ്ങനെ ലഭിക്കുന്ന കാർഡുകൾ വിദ്യാർത്ഥികൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ പ്രിന്റ് ഔട്ട് എടുക്കുകയോ ചെയ്യാം. യാത്രാവേളകളിൽ ഇത് ബസ് കണ്ടക്ടറെ കാണിച്ചാൽ മതിയാകും. പുതിയ ഡിജിറ്റൽ കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥിയുടെ പാസ് വ്യാജമാണോ എന്നും അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നും ബസ് ജീവനക്കാർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. വിദ്യാർത്ഥിയുടെ പേര്, പഠിക്കുന്ന സ്ഥാപനം, വിലാസം, കോഴ്സ്,
കാർഡിൻ്റെ കാലാവധി, ബന്ധപ്പെട്ട RTO ഓഫീസ് പരിധി തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഈ ഡിജിറ്റൽ കാർഡിൽ ലഭ്യമായിരിക്കും. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ഈ കൺസെഷൻ ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. വിദ്യാർത്ഥി ബസ്സിൽ കയറുന്ന സമയം അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതിനായിട്ട് വിദ്യാർത്ഥിനികൾക്കും സ്ഥാപനങ്ങൾക്കും 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ പരിവർത്തന കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള പഴയ രീതിയിലുള്ള കൺസെഷൻ കാർഡുകളൊക്കെ തന്നെ ഉപയോഗിച്ച് തന്നെ യാത്ര തുടരാവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അറിവോടെ കൺസെഷൻ കാർഡ് ദുരുപയോഗം ചെയ്താൽ, ഇത്തരം ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കൺസെഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ കൃഷിഭൂമിയുടെയും കർഷകരുടെയും കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതിയുടെ അവസാനഘട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാർഷികാനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഉടൻ തന്നെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് സ്വന്തമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ആധാർ കാർഡ്, ആധാറുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവ ഇതിനായിട്ട് ആവശ്യമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഓരോ കർഷകനും ഒരു ഏകീകൃത കർഷക ID ലഭിക്കും. വില്ലേജ് ഓഫീസുകളിലെ ഭൂരേഖ പരിശോധനയ്ക്ക് ശേഷമേ ഈ ID ലഭ്യമാകൂ എന്നതിനാൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും ID ലഭിക്കാത്തവർ വില്ലേജ് ഓഫീസുമായിട്ടോ കൃഷിഭവനുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്. ഭൂമിയുടെ രേഖകളും ആധാറും ഒരിക്കൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡികളും ഒക്കെ തന്നെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേഗത്തിലെത്തും. കൂടാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇൻഷുറൻസ് ക്ലെയിമുകൾ, അതോടൊപ്പം തന്നെ കുറഞ്ഞ പലിശയ്ക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണ് എന്നിവയൊക്കെ തന്നെ ലഭിക്കുന്നതിനും ഈ ID നിർബന്ധമാണ്. വരും ദിവസങ്ങളിൽ പരമാവധി കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് വാർഡ്, പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. PM കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ മാത്രമല്ല, സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും എത്രയും വേഗം തന്നെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ID സ്വന്തമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം തീരുന്നതിന് മുൻപ് തന്നെ എല്ലാവരിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. കഴിഞ്ഞ മാസങ്ങളിൽ ഇലക്ഷൻ പ്രമാണിച്ച് പെൻഷൻ വിതരണം അത് നേരത്തെ നടത്തിയിരുന്നു. സാധാരണയായി തൊട്ടടുത്ത മാസം 5-ാം തീയതിയോടെയാണ് വിതരണം പൂർത്തിയാകാറുള്ളത്. എന്നാൽ ഇത്തവണ വിതരണം നേരത്തെ തന്നെ പൂർത്തിയാകും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട തീയതി അത് ഇനി ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിധവ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തങ്ങൾ വീണ്ടും വിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30-ആണ്. മാർച്ചിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ കാലാവധി സർക്കാർ 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും ഈ ജൂൺ മാസം 30-ആണ്. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം പോലും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമൻറ്റിലൂടെ നിരവധി ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്ന്. നിലവിലെ വിവരമനുസരിച്ച് ഈ മാസം ആ പെൻഷൻ വിതരണം ഉണ്ടാകില്ല. മുൻ LDF സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ഇത് പുനരാരംഭിക്കണമെങ്കിൽ പുതിയ സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇനി എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ജൂൺ മാസത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇതിനായിട്ടുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഏതായാലും ജൂൺ മാസം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മെയ് 30-ാം തീയതി ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,395 രൂപയും പവന് 440 രൂപ കുറഞ്ഞ് 1,15,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.